UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ ബജറ്റ്, അതും 10 വർഷത്തിന് ശേഷം. ഇതിനൊരുപാട് പ്രത്യേകതയുമുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ ബജറ്റാണിത്. സാർ, ഈ ഒരു ബജറ്റിൽ നമ്മൾ സാധാരണക്കാർക്ക് എന്തൊക്കെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്? VD സതീശൻ ആയതുകൊണ്ടാണ് പ്രതീക്ഷ കൂടുതൽ. കാരണം ഇപ്പം സാധാരണ ജനങ്ങള് വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, അവർക്ക് വേണ്ടതായ മിനിമം കാര്യങ്ങൾ ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര, അത് വലിയൊരു കാര്യമാണ്. KSRTC മൂടോടെ മുടിയാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള ഒരവസരം ഒരുക്കി കൊടുത്തത്. അതുപോലെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു. ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടുന്നു. അവർ എത്രയോ ദിവസം ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ മഴയും വെയിലും ഏറ്റി കിടന്നവരാണ്. അപ്പം ആ സമയത്ത് VD സതീശൻ നൽകിയ ഒരു വാഗ്ദാനം കൂടിയാണ് ഈ ശമ്പള വർധനവ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന്. അതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പലതരത്തിലും പല രീതിയിലും ആരോഗ്യരംഗത്തൂടെ വിഷമിപ്പിച്ച അവർക്കൊക്കെ ജോലി കൊടുത്തു. ഇപ്പം ഹസീന അല്ലെ, കോഴിക്കോടുള്ള, ഏറെക്കാലം വയറ്റിൽ കത്രികയുമായിട്ട് നടന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി നൽകുക. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ വലിയ ബഹളമില്ലാതെ മുഖ്യമന്ത്രി സാധാരണ ജനങ്ങളുടെ ഇടയിലൂടെ യാത്ര ചെയ്യുന്നു. ഇതൊക്കെയാണ് എല്ലാവർക്കും വേണ്ടത്. ഇപ്പൊ ചോദിക്കും, ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഭരണ നേട്ടങ്ങളൊന്നും ഇല്ലയോ എന്ന്. ഭരണ നേട്ടം ഉണ്ട്, അത് നമുക്ക് പറയാം. പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങളെ അകറ്റി നിർത്തുന്ന തരത്തിലുള്ള ഒരു മനോഭാവമായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ പറയാം. മുഖ്യമന്ത്രിയുടെ ആ ഒരു ധാർഷ്ട്യവും മറ്റുമൊക്കെ മറ്റുള്ളവർക്കും കൂടി അങ്ങ് പകരുകയും ചെയ്തു എന്നുള്ളതാണ്. അവരൊക്കെ അപ്രസക്തരായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ജനങ്ങളുടെ അടുക്കൽ നിന്ന് ഈ പ്രജാപതി അങ്ങ് ഉയരങ്ങളിലേക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ആ സ്ഥാനത്താണ് VD സതീശൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ VD സതീശനെ ജനങ്ങളങ്ങ് നെഞ്ചേറ്റിൽ ആളിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ VS അച്യുതാനന്ദന് കിട്ടിയ അതേ തരത്തിലുള്ള ഒരു ജനപ്രീതി VD സതീശന് കിട്ടുന്നുണ്ട്. ഈ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗ ശൈലി കൊണ്ടാണ് കൂടുതൽ പേരെ ആകർഷിച്ചത്. VD സതീശൻ അതല്ല, ഈ ആളും ആരവും ഒക്കെ അങ്ങ് ഒഴിവാക്കി സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെയുള്ള VD സതീശൻ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ, അതും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ ചിലർക്ക് അവസരം വന്നിട്ടുള്ളൂ. VD സതീശൻ ധനകാര്യത്തിൽ വിദഗ്ധനാണ് എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ ബജറ്റ് വരുന്ന സമയത്തൊക്കെ തോമസ് ഐസക്കും ബാലഗോപാലും ഒക്കെ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ അതിനോട് കിടപിടിക്കാൻ അതുമായിട്ട് ഇപ്പൊ തോമസ് ഐസക്കുമായിട്ടൊക്കെ ഒരു തുറന്ന സംവാദത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് VD സതീശന് മാത്രമാണ്. അപ്പോൾ VD സതീശന് ആ ധനകാര്യ വകുപ്പിൽ ഒരു പ്രാഗൽഭ്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട്. അതുകൂടിയാണ് ഈ ബജറ്റിൽ തെളിയുന്നത്. ഇപ്പൊ ഇവിടെ സ്ത്രീ സുരക്ഷയുടെ പദ്ധതി, മകൾക്കൊപ്പം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി കൂടി ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞത്, ഈ സ്ത്രീകൾക്ക് നൽകുന്ന ഈ സൗജന്യ യാത്ര ഇതൊരു ഔദാര്യമല്ല, ആദരവാണ് എന്നാണ് പറഞ്ഞത്. സ്ത്രീകളോടുള്ള ആദരവാണ് എന്ന് പറഞ്ഞ അവകാശം ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാകാം. പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്കും ഒക്കെ ഇത്തരത്തിൽ ഇതിനൊക്കെ അവകാശം ഉണ്ടാകാം. പക്ഷെ ഇത് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന ഒരാദരവാണ്. ആ ആദരവിന്റെ ഒരു തുടർച്ചയാണ് ഇവിടെ ബജറ്റിലും കണ്ടിരിക്കുന്നത്. ഓർക്കണം, കേരളം കടക്കണിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സർക്കാർ ധവളപത്രം പുറപ്പെടുവിച്ചു. കടം അങ്ങേയറ്റം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ആ അവസരത്തിലാണ് ഈ മുൻകാലങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ പല ഇതിനും ബഡ്ജറ്റിലെ തുക മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാർ, എനിക്കൊരു സംശയം. ഈ നമ്മൾക്ക്
ഇത്രേ കടക്കണിയിൽ നിൽക്കുന്ന സർക്കാരാണെന്ന് പറഞ്ഞു. എന്നിട്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നികുതി വർദ്ധിപ്പിക്കാതെ എങ്ങനെയാണ് ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനം സാധ്യമാകുന്നതെന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം? ഈ നികുതി വർദ്ധിപ്പിക്കാതെ നികുതി നിലവിലുള്ളത് കൃത്യമായി പിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അല്പമൊക്കെ നില മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും. ഇത് മുൻകാലങ്ങളിലും സാമ്പത്തിക വിദഗ്ധർ പറയാറുണ്ട്. കൃത്യമായി നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുക, അത് വന്നാൽ തന്നെ കേരളത്തിന് ഏറെ ആശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പൊ അങ്ങോട്ട് സർക്കാർ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു, അത് ഉടൻ തന്നെ നികുതി വർധന ഉണ്ടാകുമ്പോൾ അത് താങ്ങാൻ കഴിയത്തില്ല. ഇനിയിപ്പോ ഞാൻ നോക്കണേ, ഇപ്പൊ ഇത്രയും വലിയ കടത്തിൽ നിൽക്കുന്നു, അതിനോടൊപ്പം ഈ KSRTCയുടെ ഒരു വർഷത്തെ വലിയൊരു ബാധ്യത കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പൊതുമേഖലാ സ്ഥാപനം പൂട്ടിപ്പോകുന്ന ഒരു വക്കിലാണ് നിൽക്കുന്നതെന്നും ആലോചിക്കണം. ഇനി ഈ അവസരത്തിലാണ് ഓണം വരുന്നു. ഓണം വരുമ്പോഴത്തേക്കും സർക്കാരിന് നിരവധി ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകൾ വരികയാണ്. പല ഓണം ഫെയറുകളും ഒക്കെ തുടങ്ങണം. അതുപോലെ തന്നെ സപ്ലൈകോയില് 13 ഇനം സാധനങ്ങൾക്കാണ് സബ്സിഡി ഉള്ളത്. ഈ സബ്സിഡി ഉള്ള സാധനങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് മുഴുവൻ നികത്തി കൊണ്ടുവരണം. കാരണം സാധാരണ ജനങ്ങളുടെ ഒരു അംഗീകാരമാണ് ഈ വി.ഡി. സതീശൻ മന്ത്രിസഭ നേടിയെടുത്ത് മുമ്പോട്ട് പോകുന്നത്. അത് നിലനിർത്തണം. ഒരു ചെറിയ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ മതി, അത് പ്രതിപക്ഷം അത് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ജനപ്രീതി നഷ്ടപ്പെടാൻ ഇടയാക്കരുതെന്നുള്ളതാണ്. അത് അപ്പൊ ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം തന്നെയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ബജറ്റിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ തന്നെ ഒരു തിരുപ്പതി മാതൃകയിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. ശബരിമല, ഗുരുവായൂര്, കൊട്ടിയൂര്, തിരുവല്ലം എന്നീ ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ വലിയ ഭക്തജനത്തിരക്കും ഭക്തജനങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഇടവും കൂടിയാണ്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ദർശന സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ബജറ്റിൽ പറയുന്നത് ആരോഗ്യ വകുപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. അത് പറയുമ്പോഴാണ് ഈ സാധാരണ ജനങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ബജറ്റ് തെറ്റിക്കുന്നത് ഈ ആശുപത്രികളാണ്. കാര്യം പെട്ടെന്നായിരിക്കും ഒരു രോഗം വരുന്നത്, അവർ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അവിടെ മതിയായ ചികിത്സാ സൗകര്യം ഒരു സാധാരണക്കാരന് കിട്ടിയില്ലെങ്കിൽ അവൻ സ്വകാര്യ ആശുപത്രിയെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് എന്തിനും ഏതിനും പൈസ അവരുടെ കൺട്രോളിൽ നിൽക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തിന്റെ താളം തെറ്റുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് എന്തായിരിക്കും മുഖ്യമന്ത്രിക്ക് നമ്മൾ സാധാരണക്കാർക്ക് ഒരു പ്രതീക്ഷ? ഈ ആശുപത്രികൾ കുറച്ചുകൂടി സൗകര്യപ്രദമാക്കുമോ? എല്ലാ മതിയായ സൗകര്യങ്ങൾ അവിടെ, കാരണം നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ കത്രിക തന്നെ വയറ്റിൽ കണ്ടു, അങ്ങനെയുള്ള സ്ഥലത്ത് ജനങ്ങൾക്ക് പോകാൻ പേടിയുണ്ട്. അപ്പം എല്ലാത്തിനും ഈ സ്കാനിങ്ങും എക്സ്റേ അങ്ങനെയുള്ള കുറച്ച് അതിനൂതന ചികിത്സ ആവശ്യമുള്ള ഒരു സാധാരണക്കാർക്ക് എന്തായിരിക്കും അവിടെ ഒരു നേട്ടം കിട്ടുന്നത്? ഈ കഴിഞ്ഞ സർക്കാരിന്റെ തോൽവിയുടെ ഒരു പ്രധാന കാരണമായിട്ട് പലരും പറയുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യം, ഈ വക കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യ വകുപ്പിന് ഉണ്ടാക്കിയ ക്ഷീണം. മന്ത്രി വീണ ജോർജിലൂടെ കേരളത്തിലെ ആരോഗ്യ രംഗം താറുമാറാകുകയാണ് ചെയ്തത്. 2016 KK ശൈലജയായിരുന്നു. ആ കാലയളവില് ലോകത്ത് വലിയൊരു മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന കാലം കൂടിയായിരുന്നു അവരുടെ ആ ഭരണകാലത്ത്. അതിനെയൊക്കെ തന്നെ നേരിടുന്നതിലൊക്കെ കേരളം വിജയിച്ചു എന്നുള്ളതാണ്. എത്ര വിജയിച്ചു എന്ന് പറഞ്ഞാലും ധാരാളം മരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള പാകപ്പിഴകൾ സംഭവിച്ചിട്ടില്ല. പക്ഷെ വീണ ജോർജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ആകെ തന്നെ കൈവിട്ടു പോവുകയാണ് ചെയ്തത്. ഈ ആരോഗ്യ രംഗം ഇടതുപക്ഷത്തിന്റെ തോൽവിയുടെ ഒരു പ്രധാന കാരണം തന്നെയാണ് ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിന്റെയും തോൽവി അതിലൂടെ സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഈ ആരോഗ്യ രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനായിട്ടും വലിയ തുക മാറ്റിവെച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ. അങ്ങനെ കൃത്യമായി ഓരോരോ വകുപ്പുകൾക്കും, അതുപോലെ കേരളത്തിന്റെ പ്രധാനമായുള്ള ടൂറിസം, അതുപോലെ തന്നെ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പാക്കേജ് പോലും
ഈ പിന്നെ വി ഡി സതീശൻ അങ്ങനെ ഒരു 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 പിന്നെ പുതു തലമുറയോടെ ഒരു വലിയ ഒരു പിന്നെ ആവേശം കാണിക്കുന്ന ആളാണ്. അദ്ദേഹം നടത്തിയ യാത്രയ്ക്ക് തന്നെ പുതുയുഗ യാത്ര എന്നായിരുന്നു. ആ പുതുയുഗ യാത്രയിൽ കിട്ടിയ പരാതികളും ഒക്കെ തന്നെ അദ്ദേഹം പ്രത്യേക ഫയലായിട്ട് സ്വീകരിച്ചു എന്നുള്ള ഉണ്ടാക്കി വെച്ചു. അതനുസരിച്ച് പല കാര്യങ്ങളും ഈ ബജറ്റ് നിർമ്മാണ വേളയിൽ അദ്ദേഹം അതെല്ലാം പരിഗണിച്ചു എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം ചില കാര്യങ്ങൾ അതിൻ്റെതായ വകുപ്പുകൾക്ക് വരെ വിട്ടുകൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വി ഡി സതീശനിൽ നിന്ന് വന്നിരിക്കുന്നത് ഇതൊരു ശുഭ സൂചകമായിട്ടുള്ള ബജറ്റായിട്ട് തന്നെ നമുക്ക് കാണാം. ഇനി അങ്ങോട്ടുള്ള നാളുകളും കൂടുതൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.